നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് കാതൽ റോജാവി, എ റഹ്മാൻ സാറിൻ്റെ റോജ സിനിമയിലെ പാട്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക. ബാലുച്ചേട്ടൻ ശ്രീ ബാലഭാസ്കർ വായിച്ചായിരിക്കും. അദ്ദേഹത്തിൻ്റെ വയലിലൂടെ ആയിരിക്കും ആ ഒരു സോങ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത്. വയലിൻ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഗാനം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാപ്പി രാഗത്തിലാണ്. കർണാടക സംഗീതത്തിലെ വളരെ എല്ലാവർക്കും ഹൃദ്യമായ ഒരു രാഗമാണ് കാപ്പി രാഗം. അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. കർണാടക സംഗീതത്തിൽ അത് പ്രത്യേകിച്ചും ഒരുപാട് കൃതികളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ കൃതി ഒരുപക്ഷെ എന്നത്തപം ചെയ്തനെ എന്ന കൃതിയായിരിക്കാം. അപ്പോൾ ആ രാഗത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏത് പാട്ട് പഠിച്ചാലും അതിൻ്റെ ഒരു രാഗത്തിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി വായിക്കാൻ സാധിക്കുള്ളൂ. നോക്കാം. ആരോഹണം സരി മ പ നി സ സാ, ചതുശ്രുതി ഋഷഭം കൂടിയരി, ശുദ്ധമദ്യം കുറഞ്ഞമ, പഞ്ചമം കാകളി നിഷാദം കൂടിയനി, ഷഡ്ജം. തിരിച്ചു വരുമ്പോൾ അവരോഹണത്തില് സ കൈശിക നിഷാദമാണ്, കുറഞ്ഞനി ദായോട് ചേർത്ത്, ചതുശ്രുതി ദൈവതം പ സ നി ദ പ മ, ശുദ്ധമദ്യം തന്നെ. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗാന്ധാരം, അതായത് അന്തര ഗാന്ധാരയുടെ പ്രയോഗം കുറഞ്ഞ ഗായ്. അപ്പം അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അവരോഹണമല്ല, അത് കുറച്ച് ഒരു വക്ര പ്രയോഗത്തിലാണ് പോകുന്നത്. ഇതൊരു സ്കെലിറ്റൺ മാത്രമാണ്. അതുകൂടാതെ അതിനകത്ത് മറ്റു പല നോട്ട്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ശുദ്ധ ദൈവതം കുറഞ്ഞ ധ, ഈ നമ്മുടെ ശുദ്ധ ദൈവതം കുറഞ്ഞതാ, അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ കാപ്പി രാഗം. നമുക്ക് സോങ്ങിലേക്ക് പോവാം. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ എന്നാണ് കേൾക്കേണ്ടത്. അപ്പോൾ ഏത് പാട്ട് വായിച്ചാലും ആ പാട്ട് ആ വോക്കലിസ്റ്റ് എങ്ങനെ പാടി വെച്ചിരിക്കുന്നു അതിൻ്റെ ഭാവത്തോടു കൂടി വായിക്കുക. സ്വരം മാത്രമല്ല, സ്കെലിറ്റൽ സിസ്റ്റം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പാട്ടിനെ എത്രത്തോളം കൃത്യമായിട്ട് കൃത്യതയോടുകൂടി ആ പാട്ടുകാരൻ പാടിയ പോലെ നീതി പുലർത്തി ചെയ്യാം എന്നതാണ് ഓരോ വയലിനിസ്റ്റും നോക്കേണ്ട കാര്യം സിനിമാ പാട്ട് വായിക്കുമ്പോൾ. ഓക്കെ, നമുക്കത് മാക്സിമം ശ്രമിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരോടും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈൻ കാതൽ, ദാറ്റ് ഈസ് സാഗ കുറഞ്ഞ ഗായാണ്, സാധാരണ ഗാന്ധാരം. ഇവിടെ തേർഡ് സ്ട്രിംഗ് വായിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ചെറിയൊരു വിബ്രാട്ടോ കൊടുത്താൽ റോജാവേ കണ്ടോ, അവിടെ ആ ലൈറ്റ് ഫീല് അതാണ്. സാഗ രി സനി സാഗ രി സനി. ആ നീയുടെ പോർഷനിൽ കുറച്ച് ബോയുടെ ആ ഒരു ബോ പ്രയോഗിക്കുന്നത് കുറച്ച് ലൈറ്റ് ആക്കുക. കണ്ടോ, ആ എൻഡ് വരുമ്പോൾ നമ്മളവിടെ സൗണ്ടിനെ വളരെ റെഡ്യൂസ് ചെയ്യുക. അപ്പോഴാണ് ആ യഥാർത്ഥ ഭാവം ഉണ്ടാകുന്നത്. കാതൽ റോജാവേ കണ്ടോ. ഇനി സെയിം സ്വരം തന്നെ എങ്കേ നീ എങ്കേ സാഗരി സനി കണ്ണീർ സാഗസ സാഗസ കണ്ണീർ
ആ ഗഗ ഡബിൾ അടിക്കണം, ഡബിൾ ആയിട്ട് തന്നെ പറഞ്ഞു. ചെണ്ട സ ഗ സ ഒന്ന് ഗ്ലൈഡ് ചെയ്ത് വിടാം. സ പിന്നെ കണ്ണീർ വഴിയുതടി കണ്ണേ, കണ്ണീർ അത് മനസ്സിലായി. സ ഗ സ സഗമപ സഗമപ മപ മഗരി ഗ വരും. മഗഗ മഗരി കൂടെ സഗ സ സഗമപ സഗമപ പ മഗരി. കണ്ണി കണ്ണുക്കുൾ നീതാൻ. ഓക്കെ, ഗഗമഗരി ഗ വായിക്കുമ്പോൾ എപ്പോഴും മഗഗ എന്ന് വായിക്കണം, എന്നാലേ ആ ഒരു സംഗതി പെർഫെക്റ്റ് ആവുള്ളൂ. മഗരി ഗഗമ മഗരി. കണ്ണീരിൽ നീതാൻ. ഒന്നുകൂടെ കണ്ണുക്കുൾ നീതാൻ. ഇവിടെ കണ്ണീരിൽ നീതാ, അതാണ് സെക്കൻഡ്. അത് ഗഗമദ പമ ഗഗമ പ മോളിൽ നിന്ന് ഗ്ലൈഡ് ചെയ്യണം. മദ പ ഗഗമദ പ പാഴ വെല്ല് മുകളിലോട്ട് കയറി താഴണം. ഗഗമദ പമഗരി. നെക്സ്റ്റ് ലൈൻ കൺമൂടി പാർത്താൽ. സെയിം തന്നെ. നെഞ്ചുക്കുള്ളീതാ എന്നാണതോ ഏതാണതോ சொல் சொல் എന്നാണതോ. സരിഗ സരി സ മപദ മപ മപദ മപ ഒരു ഗ്ലൈഡ് ഉണ്ട്. മപ മ ഗ്ലൈഡ് ചെയ്ത് സൊൽ സൊൽ പരി സരി പരീഗ സരി പരീഗ സരി. പോ അതുപോലെ ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു ആഡ്ലി പോർഷൻ ഉണ്ട്. ആ പോർഷൻ അതെങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ സ്വരം റിമ പനി സാ പനി സരി നീ ദപ റിമ പനി സാ പനി സരി നീ ദപ റിമ പദ മാ രി ഗരി നീ സാ. രി നീ നിരി സസ എന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. സാ നിരി സസ സാ നിരി സസ വർഷങ്ങൾ സാ നിരി സസ. സ്പീഡ് വായിക്കാം. അതിൽ ഇംപ്രവൈസേഷനൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ
ഒരു സംഭവമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒറിജിനൽ വായിച്ചതിന് ശേഷം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ. தென்றல் என்னை தீண்டினார் சேலை தீண்டும் ஞாபகம் പോലെ സ്വരം ഗ ഗ ഗ ഗ രി മ ഗ ഗ റിയിൽ നിന്ന് ഫ്രം രി ഗ ഗ ഗ ഗ ഗ രി അവിടെയും ഗമകമുണ്ട്. ഗ ഗ ഗ മ രി മ ഗ ഗ ഗ മ പ சேலை தீண்டும் ആ ഗായും ഗ്ലൈഡാ. ഗ ഗ മ പ രി സ രി എന്നാണ്. ആ ഗ കൂടിയ ഗായാണ് അന്തരഗാന്ധാരം. അത് തന്നെ സെയിം നെക്സ്റ്റ് ലൈനിൽ സെയിം തന്നെയാണ്. ചിന്ന പൂക്കൾ പാർക്കയിൽ സെയിം തന്നെ. ദേഹം പാർത്ത ஞாபகம் வெள்ளியோடை பேசினால் சொன்னை வார்த்தை ஞாபகம் ഗമ പ സ പ പ പാദനി പ ദ പദ പ പദ പ പാദനി പ പദ പ പദ പ പാദനി പ പദ പ. വായില്ലായ്മ പോനാൽ ഗഗമപ്പഗരി അവിടെ കുറഞ്ഞ ഗ. വായില്ലായ്മ പോനാൽ വാർക്കയില്ല കണ്ണേ സെയിം തന്നെ. സെയിം എന്താണ് സെയിം സ്വരം തന്നെയാണ്. വായില്ലാമ പോനാൽ വാർത്തയില്ല കണ്ണേ ഗഗമപ്പഗരി. ആ ഫസ്റ്റ് ഗ അന്തരഗാന്ധാരം കൂടിയ ഗായാണ്. ആ ഗരി എന്ന് വരുന്നിടത്ത് കുറഞ്ഞ ഗാന്ധാരം, അതായത് സാധാരണ ഗാന്ധാരം. നെക്സ്റ്റ് ലൈൻ. നീ ഇല്ലാമൽ പോനാൽ വാഴ്ക്കയിൽ കണ്ണേ. അത് അവിടെ മാത്രം എരിയിൽ നിന്ന് ഗായിലേക്ക് ഒരു ഗ്ലൈഡ് ഉണ്ട്. വാഴ്ക്കയിൽ കണ്ണേ അവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. വാഴ്ക്കയിൽ ഗഗമാനിപ്പ മുള്ളോടു താൻ മുത്തങ്ങളാൽ സൊൽ സൊൽ. അത് സരിഗ സരീസ ഗ്ലൈഡ് ഉണ്ട്. സരി ഇതിൽ നിന്ന് സായിലേക്ക് ഇങ്ങനെ പോയി തിരിച്ചത്. മപാദ മപാമ മപാദ മപാമ ദീഗ സരി. ഓക്കെ, അതാണ് സെയിം തന്നെ. ഈ അനുപല്ലവിയും ചരണവും സെയിം ടൂണും സ്വരങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് സെയിം തന്നെ വായിച്ചാൽ മതിയാവും ചരണവും. അതുകൊണ്ട് പോയി ചരണം നോക്കേണ്ട ആവശ്യമില്ല. ബോയിൽ മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ശ്രമിച്ച് നോക്കുക.